പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനകയും ദേവയാനി സംസാരിക്കുന്നിടത്താണല്ലോ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശ് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കയറി വന്നതാണല്ലോ പറയാതെ. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ആദർശിന് ജോലിക്കിടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സ്വഭാവമൊന്നുമില്ല. ആദർശും നയനിയും തമ്മിൽ സ്നേഹിച്ച് തുടങ്ങിയ ശേഷം ഒരു നിമിഷം പോലും മോളെ കാണാതിരിക്കാൻ അവന് പറ്റില്ല. അതുകൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഓടി വന്നത് എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ കനക പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ആദർശ് മോൻ അമ്മയെ എവിടെ വെച്ച് കാണാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടേനെ എന്ന് പറയും. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നോണ്ട് തന്നെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഭക്ഷണം ഇങ്ങോട്ട് എടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അത് വേണ്ട, അവൻ ഭക്ഷണം കഴിച്ച് പോയ ശേഷം ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും എല്ലാവരുടെ മുഖത്തും ഒരു മൗനമാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, ഇന്നെന്താ പതിവില്ലാതെ എല്ലാവർക്കും ഒരു സൈലൻസ് എന്ന് ചോദിക്കും കേട്ടോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ പറയാതെയാണല്ലോ വന്നത്, അതുകൊണ്ട് കറികളൊക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട് എന്ന് പറയുമ്പോൾ ആദർശാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കറികളൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, ഇന്ന് എന്നത്തെയും പോലെ അല്ലല്ലോ, ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്നാലും ഒരു പേടിയുണ്ട്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയും നവ്യയാണെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെ ഗോവിന്ദനാണെങ്കിലും അത് ശരിയാണെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ, ആ ഒരു പേടി കൊണ്ടാണ് എന്നിങ്ങനെ പറയും. പിന്നീട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശ് അനി ഇപ്പോൾ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് എന്ന് പറയൂ കേട്ടോ. പിന്നെ പുറത്ത് വെച്ച് കാണാറുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇടയ്ക്കൊക്കെ കാണണം എന്ന് അനി പറയാറുണ്ട് എന്ന് പറയും. അപ്പോൾ കാണാറില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് എന്ന് പറയുകയും ചെയ്യാണ്. പിന്നീട് ആദർശിൻ്റെ ഒരു ഉപദേശമാണ് കേട്ടോ. അനീനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആദ്യം അനിയൊരു പാവം പയ്യനാണ്, അവൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ അയാളെ അങ്ങനെ മറക്കാനും മനസ്സിൽ നിന്ന് എടുത്ത് കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഒരു തരത്തിൽ നല്ലത് തന്നെയാണ്. പക്ഷെ പ്രേമത്തിന്റെ കാര്യമൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ അത്ര ശരിയല്ല എന്ന് പറയാണ് കേട്ടോ. അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോൾ അവൻ്റെ ഒരു ഭാര്യ ഉണ്ടല്ലോ, അതുകൊണ്ട് നന്ദു കുറച്ച് അകന്ന് നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ നന്ദുവിനോട് പറയുന്നത്. നന്ദു ആണെങ്കിലും ഇനി ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവനെ വിളിക്കുകയും ഒന്നും ചെയ്യരുത്, അങ്ങനെയാവുമ്പോൾ അവന്റെ മനസ്സിൽ നിന്ന് നന്ദു അങ്ങ് പതിയെ അങ്ങ് പോയിക്കോളും എന്ന് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചു കാലത്തേക്ക് ആ ബന്ധം പോലും കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയാണ്. അനി അനാമികയും തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതൊക്കെ വേണമെന്നാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയൊക്കെ ഏത് സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കിടയിലുള്ള പ്രശ്നം നന്ദുവാണ് എന്നാണല്ലോ, അനിയുടെ അനാമികയുടെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് മാറി നിൽക്കണം എന്നാണ് കേട്ടോ നന്ദുവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നന്ദു ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിലും SI ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്, അതുകൊണ്ട് നന്ദുവിൻ്റെ മുന്നിൽ വേറൊരു നല്ലൊരു ജീവിതം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നന്ദു ആണെങ്കിലും അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാന്ന് പറയുമ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇവളെ മുന്നിലും പിന്നിലും നിന്നൊക്കെ എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്, പക്ഷെ ഇവർ രണ്ടുപേരും അത് എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ടെന്ന് നമുക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് അത് മാത്രമല്ല, നയന പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ അനീനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്ന് പറയും. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീയും അവനെ ഉപദേശിക്കാറുണ്ടല്ലോ, അപ്പൊ ഞാനും അവനോട് സംസാരിക്കാം, പക്ഷെ അവനത് എത്രത്തോളം ഉൾക്കൊള്ളുന്ന് നമുക്കറിയില്ലല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. പിന്നീട് അവിടേക്ക് കനകയാണെങ്കിലും തിരിച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടോ ദേവയാനിയുടെ അടുത്തുനിന്ന്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എവിടെ പോയതാന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ കനക പറയും, ഞാൻ അവിടെ കുറച്ച് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു, അതിന് പോയതാണെന്ന് പറയും. അപ്പോൾ കറികളൊക്കെ എങ്ങനെയുണ്ടെന്ന് മോനെ ചോദിക്കുമ്പോൾ എല്ലാം നന്നായിട്ടുണ്ട് എന്ന് ആദർശ് പറയാണ് കേട്ടോ. എന്നാലും ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് എണീറ്റ് അങ്ങ് പോവാണ്. ഇനി കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ വിശ്രമിക്കണം, ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് എണീക്കുന്നത്. അപ്പോൾ കനകയാണെങ്കിലും നയനയോട് പറയുന്നുണ്ടായിരുന്നു, പിറകെ കുറച്ചുകൂടെ കഴിക്കുന്ന നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് എണീക്കുകയാണ്. അപ്പോൾ കനക നയനയോട് കൂടെ പോകാനായിട്ട് പറയുന്നൊക്കെ ആദർശ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ നടന്നാൽ ഞാൻ വരാമെന്നിങ്ങനെ പറയുമ്പോൾ ആദർശാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് കനക പറയാണ്, ഇങ്ങനെ ആദർശമോൻ വന്നാൽ ഇങ്ങനെ കിടക്കുന്ന റൂമിലാണല്ലോ ദേവയാനി ഇരിക്കുന്നത്, അപ്പോൾ മോൾ അങ്ങോട്ട് ചെല്ലുക എന്ന് പറയുകയാണ് കേട്ടോ. ആദർശാണെങ്കിൽ അപ്പോഴേക്കും ദേവയാനി ഇരിക്കുന്ന ആ റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നയന വന്നിട്ട് പെട്ടെന്ന് വിളിക്കുകയാണ് കേട്ടോ, ആദർശേട്ടാ ഈ റൂം മൊത്തം പൊടിയാണ് എന്ന് പറയും. അപ്പോൾ വിഷുവായിട്ട് തൂക്കുകയും തുടക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് ആദർശ് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഗോവിന്ദനും അവിടെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മോനെ ഈ റൂമിൽ ആകെ പൊടിയാണ്, അതുകൊണ്ട് മോനെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോന്നിങ്ങനെ നയനയോട് പറയാണ്. അപ്പോഴേക്കും നയന അവിടെ നിന്ന് വിളിച്ച് അങ്ങോട്ട് വേറെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിൽ ഒരു സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ നയനയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്കറിയാലോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ റൂമുകളുള്ള ഒരു വീടാണ്, അങ്ങനത്തെ ഒരു വീട് അടുത്ത് എവിടെയും കാണില്ല, പക്ഷേ അവിടെ നീ വന്ന ശേഷം ഇങ്ങനെ ഒരു റൂമിൽ പോലും പൊടിയില്ല, അതൊക്കെ നിനക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ, നീ വരുന്നതിന് മുന്നേ ചിലപ്പോൾ ഇങ്ങനെ എല്ലാ റൂമിലും പൊടിയൊക്കെ ഉണ്ടായിരിക്കും, അതിങ്ങനെ അവിടെ വരുന്ന ജോലിക്കാർ ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, പക്ഷേ നീ
നീ വന്ന ശേഷം അങ്ങനെയല്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നീ എല്ലാ റൂമും അടിച്ച് വൃത്തിയാക്കി ഇടാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ അത്ര ഇങ്ങനെ റൂമുള്ള വീടൊന്നും അല്ലല്ലോ, എന്നിട്ടും ഇവിടെ എന്താ പൊടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നയനെ പറയുന്നുണ്ടായിരുന്നു, അതിന് ഞാൻ അവിടെയല്ല ആദർശേട്ടാ, ഇവിടെ അല്ലല്ലോ, നന്ദു ആണെങ്കിൽ വീട്ടുജോലിയൊന്നും ചെയ്യില്ല, പിന്നെ അമ്മയ്ക്കാണെങ്കിലും സുഖമില്ലാത്തതല്ലേ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ആദർശിനാണെങ്കിലും ഒരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അല്ല ഞാൻ വന്ന സമയത്തും എല്ലാവരെയും ശ്രദ്ധിച്ചതാണ്, ആർക്കും ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത പോലെയാണ്, സാധാരണ ഞാൻ വരുന്ന പോലെയല്ല, എല്ലാവർക്കും ഒരു അകൽച്ച പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല ആദർശേട്ട, ഇത് ആദർശേട്ടൻ്റെ വീടല്ലേ, പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ ആദർശേട്ടൻ്റെ വെറും തോന്നലാണ് എന്ന് പറയൂ കേട്ടോ. പിന്നീട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നല്ല ചൂടല്ലേ, ഞാൻ കുറച്ച് മോരൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. ആദർശിന് എന്തൊക്കെയോ സംശയം ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശി നല്ല മോരൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, നല്ല ചൂടല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷമാണെങ്കിലും ഇങ്ങനെ അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദർശാണ് വിളിക്കുന്നത്. ആദർശ് വിളിച്ചിട്ട് ചോദിക്കുന്നത് അമ്മ അവിടെ ഉണ്ടോയെന്നാണ് കേട്ടോ. അപ്പോൾ ദേവയാനി ഇവിടെ ഇല്ലല്ലോ, കുറച്ച് മുന്നേ പുറത്ത് പോയതാണെന്ന് പറയട്ടെ. അപ്പോൾ എവിടേക്കാണ് പോയതെന്ന് വല്ലതും അമ്മ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും ഇപ്പോൾ പറയാറില്ലല്ലോ, ചോദിക്കുകയാണെങ്കിൽ അമ്പലത്തിലേക്കോ കൂട്ടുകാരികളുടെ അടുത്തേക്കോ ഒക്കെ പോവാണെന്നല്ലേ പറയാറുള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശിനോട് ചോദിക്കും, മോനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നയനയുടെ വീട്ടിലാണെന്ന് പറയുമ്പോൾ, ആ മോനെ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണോ, അപ്പോൾ കനകുണ്ടാക്കിയ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എന്നിട്ടാണോ അമ്മ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചത്, ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതല്ലേ, എന്തായാലും മോനെ അവിടുന്ന് പെട്ടെന്ന് പോകാൻ നോക്ക് ഓഫീസിലേക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ അങ്ങോട്ട് തേടി വരുമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം എന്തായാലും അതൊക്കെ പറഞ്ഞ് അങ്ങ് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആദർശാണെങ്കിലും ഞാൻ മുത്തശ്ശീനെ വിളിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു. ആദർശ് മോനാണ് വിളിച്ചത്, ദേവയാനി ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, മോനാണെങ്കിൽ നൈനമോളുടെ വീട്ടിലാണ്, ഇനിയിപ്പോൾ അമ്മയെ അറിയാതെ അല്ലേ മോൻ അങ്ങോട്ട് പോകുന്നത്, അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാലോ എന്നുള്ളൊരു പേടിയൊക്കെ മോനുണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് എങ്ങനെ നടന്ന കുട്ടികളാണ് ഇപ്പോൾ ആദ്യം ഇങ്ങനെ അവരിങ്ങനെ ഏത് സമയം കണ്ടാലും വഴക്കായിരുന്നല്ലോ, ഇപ്പോൾ ഇങ്ങനെ ഒരു നിമിഷം പോലും മോന് അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ദേവയാനി ആണെങ്കിലും ഇങ്ങനെ നൈനനെ സ്നേഹിക്കാത്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. നൈനമോളാണ് ദേവയാനിക്ക് കരൽ കൊടുത്തത്, എന്നിട്ടും ഇങ്ങനെ മരുമകളെ അകറ്റി അങ്ങനെ നിർത്തുന്നത് അത്ര നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ, അതൊക്കെ മാറി വന്നോളും എന്നാണ്, അതൊക്കെ മാറി വരും എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇനിയിപ്പോൾ നൈനേനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പോലെയുള്ള ഒരു സ്നേഹം തന്നെയായിരിക്കും അവർ തമ്മിൽ, അത് ചിലപ്പോൾ അവന് സംശയം ഉണ്ടാവാതിരിക്കുമോ എന്ന് പറയൂട്ടോ. നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത് എന്തോ എനിക്കതിങ്ങനെ ഒരു നല്ലതായിട്ട് തോന്നില്ല എന്നൊക്കെ കനക പറയുന്ന സമയത്ത് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷേ എനിക്ക് അവനോട് ഇങ്ങനെ സത്യം പറയാൻ മടിയാണ് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനിയോട് ഭക്ഷണമൊക്കെ അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് പറയുകയാണ്. ദേവയാനി ആദർശ് പോയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേണ്ട, ഇപ്പോൾ വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ വിശന്നിരിക്കാൻ പാടില്ല, ഒരുപാട് സമയമായില്ലേ വന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തായാലും ദേവയാനീനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട് കനക. പിന്നീട് ആദർശ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നൈന അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈനയോടും കൂടെ വരാൻ പറയുകയാണ് കേട്ടോ. നിന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ, അതെന്താ ആദർശേട്ടാ, വിഷു അല്ലേ, അതുപോലെ തന്നെ നന്ദു പോവല്ലേ, അതുകൊണ്ട് ഞാനിവിടെ ഒരു ദിവസം നിൽക്കണം എന്ന് എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ ആദർശ് അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈന ചോദിക്കുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും വിഷമാവുമോ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല, എനിക്ക് എന്തായാലും വിഷമാവും എന്ന് പറയാണ്, എന്നാലും കുഴപ്പമില്ല എന്ന് പറയട്ടോ. പിന്നീട് ഇനി ഇതിൻ്റെ പേരിൽ അമ്മ നിന്നെ വിളിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നോളാന്ന് പറയും. പിന്നെ നൈനേനെ അവിടെ നിർത്തിയിട്ട് പോകാൻ തന്നെ ആദർശ് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് ഗോവിന്ദനാണെങ്കിലും കനകനോട് പറയുന്നുണ്ടായിരുന്നു, ഒരു കള്ളം പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആദർശ മോനോടെങ്കിലും സത്യം പറയായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോഴേക്കും ആദർശ നൈനി അവിടേക്ക് വരുന്ന കാണുമ്പോൾ അവർ സംസാരം അങ്ങ് നിർത്തി എണീക്കുന്നുണ്ടായിരുന്നു. മോൻ പോകാൻ തുടങ്ങുകയാണോ എന്ന് ചോദിക്കും. അപ്പം നൈനി ആണെങ്കിലും നന്ദു പോകുന്നതുകൊണ്ടും വിഷു ആയതുകൊണ്ടൊക്കെ ഇവിടെ നിൽക്കണം എന്നാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അത് മോളോട് ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് എന്ന് പറയൂ കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ആദർശ് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഏത് സമയം ഇവളെ കാണാൻ ഇങ്ങോട്ട് വരികയും അതുപോലെ ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യാലോ. പിന്നെ അമ്മയുടെ കാര്യമാണ്, അമ്മയാണെങ്കിലും ഇവൾ ഇങ്ങോട്ട് വന്ന സമയത്ത് 2 തവണ ഇവളെ എൻ്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടു വന്നു, ഇവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുകയായിരുന്നു, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നും അറിയില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ കനക പറയും കേട്ടോ. അതെന്താ അമ്മയ്ക്ക് ഇത്ര ഉറപ്പ് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത്
അതുപോലെ കനക പറയുന്നുണ്ടായിരുന്നു, മോളുടെ വീട്ടിലല്ലേ വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ആദർശ് നേരത്തെ അവളുടെ വീട്ടിൽ തന്നെയാണല്ലോ നിന്നിരുന്നത്, എന്നിട്ടും ഇങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞ് അമ്മ ഇവളെ വിളിച്ചുകൊണ്ട് വന്നു, അതെന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയൂ കേട്ടോ. എനിക്ക് ഇവളിവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇവിടെ വന്ന് താമസിക്കുകയും അതുപോലെ ഇവളെ കാണുകയൊക്കെ ചെയ്യാലോ, അതുകൊണ്ട് എനിക്ക് ആ ശ്വാസം മുട്ടലൊന്നുമില്ല. പക്ഷേ അമ്മയുടെ കാര്യം അങ്ങനെയല്ല എന്ന് അമ്മ അങ്ങനെ ഇവളെ ആ പേരും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ്. എൻ്റെ കാര്യം പറഞ്ഞ് അമ്മ ആരുടെ മുന്നിലും തല കുനിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയൂട്ടോ. അപ്പോഴേക്കും പിന്നെ നന്ദു അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. നന്ദു എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു അവിടേക്ക് വരികയാണ്. അപ്പോൾ നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരെയും വിറപ്പിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആവണം കേട്ടോ എന്ന് പറയുമ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഉമ്മ ഇടുന്നത് ഞങ്ങൾക്കൊന്നും താല്പര്യമില്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികയുടെ വീട്ടിൽ കയറിയിട്ട് അനാമികയുടെ അച്ഛനെയും അമ്മേനെയും തല്ലിയത് നന്ദു ആണെന്നുള്ളൊരു പറച്ചിലുണ്ട് അവർക്കൊക്കെ. അതിൽ സത്യമുണ്ടെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരാളെയും കൂടെ തല്ലേണ്ടി വരും എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അതാരെയും അഭിമോനെയാണോ എന്ന് ചോദിക്കൂട്ടോ. അഭിനയല്ല, എൻ്റെ അനീനെ തന്നെയാണെന്ന് പറയും. അപ്പോൾ അതെന്തിനാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നയനിയാണെങ്കിലും. അല്ല, അനി ഇങ്ങനെ നന്ദുവിനെ ഏത് സമയവും ശല്യം ചെയ്തുകൊണ്ടിരിക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നീട് നന്ദുവിന് ഉപദേശം വീണ്ടും കൊടുക്കുന്നുണ്ടായിരുന്നു, അനിയുടെ കാര്യം പറഞ്ഞ് തന്നെ. അനിയാണ് ഇപ്പോൾ ഇങ്ങനെ ആദർശിനെ ഇങ്ങനെ ജോലിയിൽ സഹായിക്കുന്നത്. അബിയുടെ കാര്യം അറിയാലോ, പിന്നെ ഒന്നും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്നത് അനീനെയാണ്. പക്ഷെ നന്ദുവിനെ സ്നേഹിച്ച് തുടങ്ങിയ സമയം തൊട്ട് എങ്ങനെ അവൻ്റെ മനസ്സിൽ എപ്പോഴും നന്ദു തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയാം, അല്ലാതെ തല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആ ഉപദേശമൊക്കെ കൊടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാനും അങ്ങനെ അമ്മയും ആദർശേട്ടൻ്റെ അമ്മയും കൂടെ നന്ദുവിന് വേണ്ട ഉപദേശമൊക്കെ കൊടുത്തതാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അമ്മയെ നിന്റെ കൂടെ വന്നായിരുന്നോ നന്ദുവിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ ചോദിക്കൂട്ടോ. ഞാനത് അറിയാതെ ഇങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോഴേക്കും കനക പറയുന്നുണ്ടായിരുന്നു, ഇന്ന് വന്നോന്നല്ല മോനെ പറഞ്ഞത്, നേരത്തെ മോളെ വിളിച്ചുകൊണ്ടുപോകാൻ വന്ന സമയത്തൊക്കെ ഇങ്ങനെ മോളെ ഉപദേശിക്കുകയായിരുന്നു, അതാണ് പറഞ്ഞതെന്ന് പറയൂട്ടോ. അപ്പോഴും ആദർശിന് ഒരു സംശയം ഉണ്ട് കേട്ടോ, അവരുടെ പെരുമാറ്റത്തിലും എല്ലാം. അവരാണെങ്കിലും കള്ളങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ നന്ദുവിനെ അങ്ങനെ പറയുന്ന സമയത്ത് വിഷമമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് ആദർശ് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങിയിട്ടാണെങ്കിലും നൈനയോട് പറയുന്നുണ്ടായിരുന്നു, നീയും അങ്ങനെ നിന്റെ അനിയത്തിനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയും. പിന്നീട് വിഷു കഴിഞ്ഞാലെങ്കിലും നീ അങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതെന്താ ആദർശേട്ടനെ അങ്ങനെ ചോദിച്ചത്, എനിക്കാണെങ്കിൽ ആദർശേട്ടനെ കാണാതെ കുറേ സമയം ഇരിക്കാനൊന്നും പറ്റില്ല എന്നറിയില്ലേ, പിന്നെ എന്തൊരു ചോദ്യം അത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ആദർശാണെങ്കിലും നൈനയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പോൾ ഇനി നീ വരുമ്പോഴേ അമ്മയുടെ കാർ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുള്ളൂ എന്നിങ്ങനെ ചോദിക്കട്ടോ. അപ്പോൾ നൈനയാണെങ്കിലും ഇങ്ങനെ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.